വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ക്ലാസ് റൂം. ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇന്ന് അതിപ്രധാനമായിട്ടുള്ള ചില ഡേറ്റുകൾ, പ്രത്യേകിച്ച് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന SSLC ഈ വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അവരുമായിട്ട് സഹായത്തിൽ ഏർപ്പെടുന്ന മറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള ചില ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് ഓർത്തു വെക്കേണ്ടത്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ആ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ഒന്ന് വായിച്ചു നോക്കണം. അത് പൂർണ്ണമായും അത് എടുത്ത് റീഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ പ്രധാനമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വളരെയധികം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പോകേണ്ട ഒരു കാര്യമാണ് ഓരോ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് ഡേറ്റുകൾ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫൈനൽ ഡേറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ലാസ്റ്റ് അലോട്ട്മെൻറ്റുകൾ, പിന്നെ സ്പോർട്സ് കോട്ട, അതിൻ്റെ വെരിഫിക്കേഷൻസ്, IED, അതിൻ്റെ അപ്ലോഡിങ്, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട, ഡാറ്റ ആപ്ലിക്കേഷൻ ഫോം വിതരണം, ഡാറ്റ എൻട്രി, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൽ, അഡ്മിഷൻസ്, അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട, പിന്നീട് മാനേജ്മെൻറ്റ്. ഇപ്പം മാനേജ്മെൻറ്റ് സീറ്റുകളുള്ള സ്കൂളുകളിൽ, കമ്മ്യൂണിറ്റി സീറ്റുള്ള സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി. അപ്പം ഇങ്ങനെ കുറേ ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിനകം തന്നെ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. ഓരോരുത്തരുടെയും എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള വേദികളിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ മുതൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിഷനിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികളും ഇന്നലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുനോക്കി വരുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ എവിടെ പോയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിലും, ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളിലാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളുകളിലാണെങ്കിലോ, സ്വന്തമായിട്ടാണെങ്കിലോ, മറ്റുള്ളവരുടെ സഹായത്തോടെയാണെങ്കിലോ, എല്ലാം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തെറ്റുവരാതെ സമയബന്ധിതമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോമ്പിനേഷനുകളും, നമ്മൾക്ക് ഒരിക്കലും വേണ്ട എന്ന് തോന്നുന്ന സ്കൂളോ കോമ്പിനേഷൻസോ യാതൊരു കാരണവശാലും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അവിടെ ലോക്കായി പോകും. പിന്നീട് സപ്ലിമെൻ്ററി അപേക്ഷകൾ പോലും മറ്റു പല സ്കൂളുകളിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രയോറിറ്റി വളരെ കുറഞ്ഞ് നമുക്ക് തീരെ ആവശ്യമില്ലാത്ത സ്കൂൾ കൊടുത്തു, അവിടെ നമ്മൾ ലോക്കായി കഴിഞ്ഞാൽ ആ സപ്ലിമെൻ്ററിയും കഴിഞ്ഞിട്ടേ പിന്നെ ട്രാൻസ്ഫറിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടന്നു വരാം. പ്രധാനമായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഡേറ്റ് ഇന്നലെ, അതായത് 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് ലാസ്റ്റ് ഡേറ്റ് ജൂൺ 3-ാം തീയതിയാണ്. ജൂൺ 3-ാം തീയതിക്കകം തന്നെ നിങ്ങളത് സബ്മിഷൻ പൂർത്തിയാക്കണം. A to Z. ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഒരു യൂസർ ID പാസ്വേഡ് കിട്ടും. അത് പ്രകാരമാണ് പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഫീസ് അടച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈവശമുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ അതിൽ കാണിക്കാവൂ. നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് അത് കിട്ടാതെ പോയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡിലേ ചെയ്യേണ്ടി വരും. അപ്പോൾ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ധൃതി വെക്കേണ്ടതില്ല. ജൂൺ 3-ാം തീയതി വരെ സമയമുണ്ട്. എന്നാൽ ഒരു 1-2 ദിവസത്തിനകം തന്നെ നിങ്ങൾ സാവകാശം ഈ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നിങ്ങളത് സബ്മിഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ കോപ്പി എടുത്തു വയ്ക്കുക. അത് അക്ഷയയിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിലും അതിൻ്റെ PDF അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റോ സൂക്ഷിച്ചു വെക്കണം. അതിൽ ആപ്ലിക്കേഷൻ നമ്പറുണ്ട്. പിന്നീട് മറ്റു പല കാര്യങ്ങൾക്കും അത് ആവശ്യം വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ജൂൺ 3-ാം തീയതിക്കകം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ജൂൺ 8-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതായത് ഇതുവരെ ലഭിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൺലൈനായിട്ട് കിട്ടിയ മുഴുവൻ അപേക്ഷകളെയും അതിൻ്റെ ഒരു പരിശോധന കൂടിയാണ് ഈ നടക്കുന്നത്. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് കൂടിയാണ് ഈ നടക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 8-ാം തീയതി, ജൂൺ 8-ാം തീയതി അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ID പാസ്വേഡൊക്കെ ആയിട്ട് അടിച്ചു നമ്മളുടെ ആപ്ലിക്കേഷനിൽ കയറി അവിടെ സാധ്യതകളൊക്കെ കാണിക്കും. എവിടെയാണ് കിട്ടിയിട്ടുള്ളത്, അതൊരു സാധ്യത മാത്രമാണ്, ഒരു ട്രയൽ മാത്രമാണ് കേട്ടോ. അത് കിട്ടിയിട്ട് അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് പിന്നീട് അഡ്മിഷന് വേണ്ടി പോകരുത്.
അവിടെ എന്തെങ്കിലും തിരുത്തുകൾ നമുക്ക് വരുത്തേണ്ടതുണ്ടെങ്കിൽ സ്കൂളിൻ്റെ കോമ്പിനേഷൻസോ സ്കൂളുകളോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓർഡർ മാറ്റേണ്ടതുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ റീവാലുവേഷൻസിന് കൊടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ബോണസ് പോയിന്റിലേക്കോ ഗ്രേഡ് പോയിന്റ് ടൈ ബ്രേക്കിങ്ങിലേക്കോ ഒക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. 8-ാം തീയതി, ജൂൺ 8-ാം തീയതി മറന്നു പോകരുത്. ആ സമയം അത് കൃത്യമായിട്ട് എല്ലാവരും അതിൽ കയറണം, എന്നിട്ട് കൺഫേം ചെയ്യണം, എന്നാലേ അത് ഫൈനൽ അലോട്ട്മെൻറ്റിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം, എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം അത് കൺഫേം ചെയ്യണം. ദെൻ അത് കഴിഞ്ഞാൽ ജൂൺ 15-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു. നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ അടിച്ചു HS ക്യാപ്പിലൂടെ കയറി നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത് എന്നുള്ളത് ആ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ പ്രിൻ്റ് എടുക്കും. ആ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ അത് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്കൊന്നും നോക്കാനില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട സ്കൂൾ കിട്ടി, കോഴ്സ് കിട്ടി, അവിടെ പോവുക, പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതല്ല നിങ്ങൾക്ക് അതിന് താഴെയുള്ള ഓപ്ഷൻസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് സ്കൂളുകളിലേക്കാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അവിടേക്ക് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ചെല്ലുക, സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം, താൽക്കാലികമായ അഡ്മിഷൻ എടുക്കുക. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് വരും. അതൊക്കെ അതിൻ്റെ ഡേറ്റുകൾ അതിനനുസരിച്ച് വരും. ലാസ്റ്റ് വരുന്നത് 1-7 ജൂലൈ 1-ാം തീയതിക്കകം ഈ 3 അലോട്ട്മെൻറ്റുകളെല്ലാം പൂർത്തിയാവും. ജൂലൈ 2-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. അപ്പോൾ ഈ വർഷത്തെ 2026-ലെ +1 ക്ലാസ് ആരംഭിക്കുന്നത് ജൂലൈ 2-നാണ്. അപ്പം അതിനോടകം തന്നെ ഈ പറഞ്ഞ പ്രക്രിയകളിലൂടെ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്കൂളുകളിൽ കോമ്പിനേഷനുകളിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്നുകൂടി ഓൺലൈൻ ക്ലാസ് റൂം ആശംസിക്കുകയാണ്. ഇനി മറ്റു ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇത് മുഖ്യ ഘട്ടമാണ്. ഇനി അതിൻ്റെ സപ്ലിമെൻ്ററി എന്ന് പറയുന്നുണ്ട്. 13-ാം തീയതി, ജൂലൈ 13-ാം തീയതി ആരംഭിച്ച് അത് ഓഗസ്റ്റ് 5-ാം തീയതി വരെ, ഓഗസ്റ്റ് 5, ജൂലൈ 13-ന് ആരംഭിച്ചിട്ട് ഓഗസ്റ്റ് 5-ാം തീയതി വരെ വരുന്ന ആ കാലയളവിലാണ് ഈ സപ്ലിമെൻ്ററി. ഇതുവരെ അപേക്ഷിച്ച് എവിടെയും അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് മുഖ്യ ഘട്ടത്തിൽ വരാത്തവർക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ അവർ അപേക്ഷ ഒന്ന് പുതുക്കേണ്ടതേ ഉള്ളൂ. കാരണം ഓപ്ഷൻസൊക്കെ ഇനി വേക്കൻസി ഉള്ള സ്കൂളുകളൊക്കെ നോക്കിയിട്ട് അത് കൊടുക്കാം. നമുക്ക് ആ സമയമാകുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്നാൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ഉള്ളവരുണ്ടാവും, സ്റ്റേറ്റ് ലെവലിലൊക്കെ നാഷണൽ ലെവലിലൊക്കെ. അവർക്ക് സ്പോർട്സ് കോട്ട തന്നെയുണ്ട്. അത് സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിൽ അവരുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തണം. 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ, ജൂൺ 9 മുതൽ 17 വരെയുള്ള സമയമുണ്ട്. എന്നാൽ അതേസമയം ജൂൺ ഓൺലൈനായിട്ട് കൊടുത്തു തുടങ്ങാം എന്ന് ഈ വെരിഫിക്കേഷനൊക്കെ എഴുതി സ്കോർ കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജൂൺ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള സമയമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 22-ാം തീയതിയാണ്. ജൂൺ 22-നാണ് സ്പോർട്സ് കോട്ടയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പം സ്പോർട്സിലുള്ളവർക്ക് ജനറൽ കോട്ടയിലും കയറാം. സ്പോർട്സ് കോട്ട അവർക്ക് റിസർവ്ഡ് ആണ്. ആ രീതിയിലുള്ളവരാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്ത് അത് വേറൊരു അപേക്ഷയാണ്. ഈ ജനറലായിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്പോർട്സിന് വേറെയും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തേണ്ടതുണ്ട്. സ്കോർ കാർഡുകളൊക്കെ കിട്ടും. അതിനനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി മറ്റൊന്ന്, ചില സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി, ആ മാനേജ്മെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്ത ഒരു 20% സീറ്റുകളുണ്ടാകും. ആ മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ അങ്ങനെ പറയുന്നതിലൊക്കെ കമ്മ്യൂണിറ്റി, മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് അതാത് സ്കൂളുകളിൽ പോയി ഫോം വാങ്ങി അവിടെ തന്നെ ഫില്ല് ചെയ്ത് അവിടെ തന്നെ കൊടുക്കുക. സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് അവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ആ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യും. സെൻട്രലൈസ്ഡ് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് അതെല്ലാം എൻട്രി ചെയ്യും. എൻട്രി ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോം അവിടെ എൻ്റർ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് അതിന് പ്രകാരം ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഹയർ റാങ്കുകൾ പ്രകാരം അവിടെ ലഭ്യമായിട്ടുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തും. ഇതാണ് കമ്മ്യൂണിറ്റി സീറ്റ്, കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഫോമുകൾ ഓരോ സ്കൂളുകളിലും വിതരണം ചെയ്യുന്നത് 10-ാം തീയതി, ജൂൺ 10-ാം തീയതി മുതലാണ് എന്നാണ് പറയുന്നത്.
അതിന് മുന്നേ തന്നെ പല സ്കൂളുകളും കൊടുത്തു തുടങ്ങും. കാരണം ഒരുപാട് ഫോമുകൾ കൊടുക്കേണ്ടതുണ്ട്, കുട്ടികൾക്ക് അത് ഫില്ല് ചെയ്ത് ഏൽപ്പിക്കണം. കാരണം 10-ാം തീയതി മുതൽ തന്നെ ഡാറ്റ എൻട്രി ആരംഭിക്കാം. അപ്പോൾ ഒരു 5-ാം തീയതിയോ 4-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ ആയിട്ട് പല സ്കൂളുകളിലും അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഫോമുകൾ വിതരണം എന്നിട്ട് തിരിച്ചു വാങ്ങാൻ തുടങ്ങും. 10-ാം തീയതി മുതൽ അത് ഓൺലൈനിൽ എൻട്രി ചെയ്യും. അത് സ്കൂളുകാരാണ് ചെയ്യുക. ആ സ്കൂളിലെ അവിടെ ടീച്ചേഴ്സ് ആ കാര്യങ്ങളെല്ലാം ചെയ്യും. അത് 10-ാം തീയതി മുതൽ എൻട്രി ചെയ്ത് 20-ാം തീയതി വരെ ലാസ്റ്റ് ടൈം എൻട്രി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 20-ാം തീയതി ഒരു ഫോം കൊടുക്കാം. കമ്മ്യൂണിറ്റി ഫോം സ്കൂളിൽ നിന്ന് വാങ്ങി സ്കൂളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ളത് 20-ാം തീയതി ഒരു സമയമുണ്ട്. മാക്സിമം നേരത്തെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അത് ഓരോ സ്കൂളുകളിൽ നിന്ന് വാങ്ങി അവിടെ തന്നെ അത് കൊടുക്കണം. അപ്പോൾ 20-ാം തീയതി അത് ഡാറ്റ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് 22-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. തുടർന്ന് അന്നോ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് സ്കൂളിൽ അഡ്മിഷൻ നടക്കും. അത് ഓരോ സ്കൂളുകൾക്കും ഓരോ വ്യത്യസ്ത റാങ്കുകളായിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അപേക്ഷകൾ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപേക്ഷാ ഫോമുകൾ വേറെ ആയിരിക്കും. അപ്പോൾ അതാത് സ്കൂളുകളിൽ പോവുക, അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പിന്നീട് സീറ്റ് വാക്കൻസി വന്നു കഴിഞ്ഞാൽ അതിനും ഇതുപോലെ സപ്ലിമെൻ്ററി ഉണ്ട്. അത് ജൂലൈ 3-ാം തീയതി മുതലാണ് അതിൻ്റെ തുടങ്ങുന്നത്. അത് നമുക്ക് ആ ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് പറയാം. പിന്നീട് മറ്റൊരു കോട്ട എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കോട്ടയാണ്. ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റിന് ഈ പറയുന്ന തലത്തിൽ 20-30% ഒക്കെ ആയിട്ട് സീറ്റുകളുണ്ടാകും. അത് ആ ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെ കണ്ട് അവരിൽ നിന്ന് അപേക്ഷകൾ വാങ്ങി അവരുടെ അനുവാദത്തോടു കൂടി ആ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് 22-ാം തീയതി, ജൂൺ 22-ാം തീയതി മുതൽ അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 1-ാം തീയതിയാണ്. കാരണം ജൂലൈ 2-ാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണല്ലോ. പിന്നെ അതിനും സപ്ലിമെൻ്ററി ഉണ്ട്. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് ജൂലൈ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവിടെ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റുകളുണ്ട്. ഇപ്പം നമ്മൾ പങ്കുവെച്ചത് വളരെ പ്രധാനമായിട്ടുള്ള ഡേറ്റുകളാണ്. ഇനി അപേക്ഷ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾക്ക് തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് റൂം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് കമൻ്റായിട്ട് അത് ചോദിക്കാം. അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്കത് വാട്സപ്പ് ചെയ്തോ നേരിട്ട് വിളിച്ചോ അന്വേഷിച്ച് എന്തായാലും വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റുകളിലോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട രേഖകളിലോ അല്ലെങ്കിൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിലോ നിങ്ങൾക്കൊരു വീഴ്ചയും സംഭവിക്കരുത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. തീർച്ചയാണ് ഒരു നല്ല അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങൾക്ക് ജൂലൈ 2-ാം തീയതി +1 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ സാധിക്കണം. ഏതായിരുന്നാലും നിങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഏത് തരത്തിലുള്ള സഹായങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ഓക്കെ, ബൈ.